നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇത്തിരി കൂടി മുറുക്കുകയാണ് SIT. ഇപ്പോൾ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായൊരു ചോദ്യം ഉണ്ടായിരിക്കുന്നത് സ്വർണം തന്നെയാണോ എന്നൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഹൈക്കോടതി ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് സ്വർണം പൊതിഞ്ഞതിന് ഇനിയിപ്പോൾ രേഖകളുണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇപ്പൊ നീട്ടിയിരിക്കുകയാണ്. വാസുവിന്റെ ജാമ്യാപേക്ഷയിലാണ് വാസു പറഞ്ഞിരിക്കുന്നത് ഇത് ചെമ്പുപാളി എന്നുള്ള ഒരു പരാമർശം അതിനകത്ത് നടത്തിയതുകൊണ്ടാണ് ഹൈക്കോടതി അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചത്. ഈ സ്വർണമാണ് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നുള്ളത്. ഇതൊരു വല്ലാത്തൊരു നിർണായകമായിട്ടുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതി ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. കാരണം വാസുവിന് കൈ കഴുകാൻ എളുപ്പമായിട്ടുള്ളൊരു വിദ്യയാണ് വാസു ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ജാമ്യാപേക്ഷയിൽ. കാരണം ഇത് ചെമ്പുപാളി തന്നെ. ഇനി ഇത് സ്വർണമാണെന്ന് മൊഴിയാലേ ഉള്ളൂ, സാക്ഷികളാലും ഈ പറയുന്ന മൊഴിയാലുവേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ സ്വർണം പൂശി എന്നുള്ളതിന് രേഖകൾ എവിടെ എന്നൊരു ചോദ്യമാണ്. ഇത് സർക്കാരിന് നേരെയുള്ളൊരു ചോദ്യമാണ്. കാരണം ഇതിനകത്ത് ആരാണ് കാണിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് വല്ലാത്തൊരു ഇതാണ്. കാരണം വാസുവിന് രക്ഷപ്പെടാൻ വാസു ചെയ്ത ഒരു ഇപ്പോൾ വീണ്ടും ജാമ്യാപേക്ഷ ചോദിക്കുക ഇത് പറഞ്ഞിരിക്കുക ഇത് ചെമ്പുപാളി എന്ന്. അപ്പോൾ വാസു കൈ കഴുകുകയാണ്. വാസു കൈ കഴുകി കഴിഞ്ഞാൽ എങ്കിൽ സ്വർണമല്ലേ തിരിച്ചു ചോദിക്കുകയാണ് കോടതി. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ആരാണ് പറയേണ്ടത്? സർക്കാർ പറയണം. കാരണം ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് സ്വർണ്ണപ്പാളി 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 ചെമ്പെന്ന് എഴുതി വെച്ചിരിക്കുന്ന രേഖയിൽ. അപ്പോൾ സ്വർണ്ണമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ തെളിയിക്കേണ്ടുന്ന ഒരവസ്ഥ. അപ്പം ഈ ശബരിമല വിഷയത്തിൽ വിജയമല്യ കൊടുത്ത സ്വർണ്ണമടക്കം ദ്വാരപാല ശില്പം, കട്ടിളപ്പാളി, ആ ഗോപുരം ഇതൊക്കെ സ്വർണത്തിൽ പൊതിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പക്ഷെ ജനങ്ങൾ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ വിശ്വാസികളുടെ എല്ലാ മണ്ഡലകാലത്തിലും കാണുന്ന ഇപ്പം അത് ചെമ്പായി മാറി എന്നുള്ളതാണ്. പറഞ്ഞ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റി എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് ആദ്യം മുതലേ വരുന്ന ഒരു സംശയം, രണ്ടിൽ കൂടുതൽ തവണ ഇത്തരത്തിൽ ഇളക്കി മാറ്റി സ്വർണം പൂശുന്നു കൊണ്ടുവെക്കുന്നു. അപ്പൊ ഇതില് ആദ്യം അതായത് വിജയമല്യ കൊടുത്ത് അന്ന് പണിയിപ്പിച്ച സ്വർണം തന്നെയായിരുന്നോ, പാളി തന്നെയാണോ, ആ പാളി എവിടെയെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അപ്പം അതും കാണാനില്ല. എന്നാൽ പോട്ടെ, എന്നാൽ ഉള്ളത് സ്വർണം പൂശിയിട്ടുള്ള ഇത് ചെമ്പെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വർണമല്ലേ? ഇപ്പൊ സ്വർണം എന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ പാളി എടുത്ത് പരിശോധിക്കണം. അപ്പൊ അത് സ്വർണം. അപ്പൊ അതെങ്ങനെ ഇപ്പൊ വന്നു? അത് രണ്ടാമത് പൂശിയത്, രണ്ടാമത്തെ സ്പോൺസർ. അപ്പൊ വിജയമല്യ കൊടുത്ത സ്വർണം, അപ്പൊ അത് ചെമ്പായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വാസു ആയാലും പത്മകുമാറായാലും അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അവര് ഓരോ ജാമ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് ട്വിസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയാണ് പോകുന്നത്. കാരണം കൃത്യമായിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് തെളിവുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഈ കട്ടിളപ്പാളിയുടെ മാത്രമല്ല, അയ്യപ്പന് വന്നു ചേർന്നിട്ടുള്ള പല ആഭരണങ്ങളുടെയും സ്വർണങ്ങളുടെയും സമ്പത്തിൻ്റെയും ഒന്നും കണക്കുകൾ കൃത്യമായി രേഖകളില്ല എന്നുള്ളതല്ലേ. അപ്പോൾ SITയുടെ അന്വേഷണം ഇനിയിപ്പോൾ കുറച്ചുകൂടി ഊർജിതമാക്കാൻ ഒരുപക്ഷെ കേന്ദ്രത്തിനോട് ഇപ്പോൾ ഇന്ന് അടക്കം ഈ ഹൈബിയുടനും KC വേണുഗോപാൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബദലായിട്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കൂടി, അതായത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ തന്നെ അന്വേഷണം നടത്തുമ്പോൾ അതിനെ വിലയിരുത്താൻ അല്ലെ അതിനെ ഒന്നുകൂടി ചൂടിപ്പിടിപ്പിക്കാൻ തക്ക രീതിയിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിന് ബദലായിട്ട് കൂടി വേണം എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. കാരണം SITയുടെ അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുന്നേ വരെ നമ്മൾ കണ്ടതാണ്. എന്തൊരു സ്പീഡായിരുന്നു ഓരോ ആഴ്ച ഒരാൾ തൂക്കി 1 2 3 4 എന്ന് പറഞ്ഞാൽ ഓരോന്നിനെ തൂക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പത്മകുമാറിലെത്തി അവിടെ നിൽക്കുകയാണ്, 1 ഇഞ്ച് അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള വലിയൊരു മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്, തെളിവ് സഹിതം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി അത് അങ്ങനെ പറഞ്ഞ വ്യക്തിയെ ആ ഒരു ബിസിനസ്സുകാരൻ എന്തോ ആണ്, അപ്പൊ ആ വ്യക്തിയെ ഇനി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും എത്തിയിട്ടും അങ്ങോട്ടേക്ക് പോകുന്നില്ല. വല്ലാത്ത പ്രഷർ ഉണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ആ പ്രഷറിൽ ഇപ്പോൾ ഈ ശബരിമല വിഷയം അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. പക്ഷെ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ല. തുടരന്വേഷണം എത്രയും പെട്ടെന്ന് ആവശ്യമാണ്. അടുത്ത ആൾക്കാരിലേക്ക് ചെല്ലാൻ ജയശ്രീ അടക്കമുള്ള ഇനിയൊരു വലിയൊരു ടീമുണ്ട്, വലിയൊരു ടീം നിരയിലേക്ക് ചെന്ന് കടകംപള്ളി ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആ റൂട്ട്. പക്ഷെ അതിലേക്ക് പോകുന്നില്ല, എഴഞ്ഞ് നീങ്ങിയാണ്. ഇന്നിപ്പോൾ വാസു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ചെമ്പ് പൊതിഞ്ഞതാണെന്നാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ആവർത്തിച്ചിപ്പോൾ ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി. അപ്പോൾ ഇതിൻ്റെ രേഖകൾ മാറ്റിക്കൊണ്ട് അപ്പോൾ ആദ്യം ഒരു തവണ സ്വർണം പൊതിഞ്ഞ് തന്നെ വെച്ചിരുന്നു, അത് ചെമ്പെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സ്വർണം പൊതിയാൻ കൊണ്ടുപോയി ഇപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇനി അത് ചെമ്പാണോ എന്നുള്ളത് കൂടി പരിശോധിക്കും. ഇപ്പം അതിൻ്റെ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്, അതിലൊന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ശബരിമല സ്വർണ്ണ വിഷയം വേറൊരു ലെവലിലേക്ക് പോവാണ്. കാരണം CPM എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കയ്യൂരിയേ പറ്റത്തുള്ളൂ. ആ കയ്യൂരാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ എങ്ങാണം ഇതിൻ്റെ വല്ല അന്വേഷണം ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കകത്തേക്ക് കുറച്ചുകൂടി എത്തിക്കഴിഞ്ഞാൽ പെട്ട് വീണു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വല്ലാത്ത പ്രഷർ SITക്ക് കൊടുക്കുന്നു. കാരണം ആദ്യമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ, ഒരാഴ്ച എന്ത് അതിവേഗമാണ് അവർ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഇപ്പം നിൽക്കണം. പക്ഷെ എന്ന് വെച്ച് ഈ പറയുന്നത് പോലെ വിമർശനമല്ല, എവിടെയോ എന്തോ ഒരു ഇത് പിടുത്തം അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് പത്മകുമാറിനെ ചോദ്യം ചെയ്ത് പത്മകുമാറിൽ നിന്നും പത്മകുമാർ പറഞ്ഞത് എന്താണ്, ഞാൻ മാത്രമല്ല എല്ലാവരും കൂടി ചേർന്നെടുക്കുന്ന തീരുമാനത്തിൽ ഞാൻ നിന്നു എന്നുള്ളതാണ്. അപ്പം ഈ ബോർഡ് അല്ലെങ്കിൽ മന്ത്രിസഭ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഇവരൊന്നും അറിയാണ്ട് ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്തടുത്ത ആൾക്കാരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി ഉടനെ തന്നെ ചോദ്യം. എന്തായാലും ഇപ്പോൾ ഇവർക്ക് 2 പേർക്ക് റിമാൻഡിൽ തന്നെയാണ്. ഇവരെ ജാമ്യം കോടതി ഇതുവരെ അനുവദിച്ചിട്ടില്ല. കാരണം അത് കൃത്യമായി ഇനി ഒരു അന്വേഷണത്തിൻ്റെ അല്ല അതിൻ്റെ ബദൽ അടിസ്ഥാനത്തിലൊക്കെ ഇനി ജാമ്യം കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതിപ്പോൾ സ്വർണ്ണ കൊള്ള ഈ ഒരു ശബരിമല വിഷയം. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി പ്രതിപക്ഷത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഈ ശബരിമല വിഷയം വല്ലാണ്ട് ഹൃദയങ്ങളിലേക്ക് കയറിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കുറച്ചുകൂടെ ബലപ്പെടുത്തിയെടുക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം. അത് ഈ പറഞ്ഞ കേന്ദ്രത്തിലേക്ക് തന്നെ ഒരു ഇത് സൂചനകൾ പലതും പല രീതിയിൽ അവരെയും കൂടെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ജനങ്ങളുടെ ഇടയിലേക്ക് കുറച്ചുകൂടി ശബരിമല വിഷയം എടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മാക്സിമം പ്രതിപക്ഷം നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ശബരിമല വിഷയം ഉയർത്തി കാണിക്കേണ്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF തൂത്തു വാരി എന്നും ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ജനത്തിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയത് എന്നുള്ള ബോധ്യപ്പെട്ടതിന് ശേഷം അവർ കുറച്ചുകൂടെ ഇതിന് വേണ്ടിയിട്ട് ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഇത് മുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഈ പറയുന്ന ഡിലേ വരുന്നുണ്ട്. അത് എവിടെയൊക്കെയോ ഒരു പിടുത്തം വെച്ചുകൊണ്ട് ഡിലേ വരുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഹൈക്കോടതി നല്ല രീതിയിലാണ് അന്വേഷണം SIT ഉദ്യോഗസ്ഥരുടെ ആ റിപ്പോർട്ട് കൃത്യമായിട്ട് അവലോകനം ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഒരുപക്ഷെ പ്രതിപക്ഷം പോയെന്നിരിക്കും. കാരണം ഇങ്ങനെ ഡിലേ വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഹൈക്കോടതിയെ കൂടി ബോധിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി കൂടി വരുവാണെങ്കിൽ അതിന് ഒരു ബദൽ ഏജൻസി വരുമ്പോൾ ഇപ്പോൾ SIT അന്വേഷണത്തെ ബാധിക്കാത്ത തരത്തിൽ. കാരണം ഇവരിപ്പോൾ കൃത്യമായിട്ടാണ് SIT അന്വേഷണം കൊണ്ടുവന്നത്. അവർക്കിപ്പോൾ ഒരു പിടുത്തം വന്നിട്ടുണ്ടെങ്കിലും അവർ ഇതുവരെ കൃത്യമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയത്. ഈ കൃത്യതയോടുകൂടി മുന്നോട്ട് പോയാൽ അധിക താമസമില്ലാതെ ഇത് കണ്ടെത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാം ചരട് വലിച്ച് എല്ലാവരെയും തൂക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന വണ്ണം വല്ലാണ്ടത്തെ ഒരു രാഷ്ട്രീയ പ്രേരിതം ഇതിനകത്ത് ഇപ്പോൾ പെടുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി നല്ലൊരു വിമർശനമാണ് ഇത് നടത്തിയത്. ഹൈക്കോടതി തന്നെ ചോദിക്കുന്നത് സ്വർണ്ണമാണോ എന്ന് ചോദിക്കുന്ന കള്ളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ചെമ്പ് പൊതിഞ്ഞതാണെന്നാണ് N വാസു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. ഇതിലാണ് കോടതിയിലെ ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളികളായിരുന്നോ അവയെന്നത് നിർണായക ചോദ്യമാണെന്നും കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുകയാണ്. കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ഒക്കെ വിചാരണ കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് കോടതിയുടെ ഈ ഒരു പരാമർശം. ഹർജി വിധി പറയാൻ മാറ്റി. മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയും വിധി പറയാൻ ഇപ്പോൾ മാറ്റിവെച്ചേക്കുവാണ്. മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ഇപ്പോൾ റിമാൻഡ് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് കൂടിയാണ് റിമാൻഡ് നീട്ടിയിരിക്കുന്നത്. മറ്റവർ വിധി പറയാനും നീട്ടിവെച്ചേക്കുക. തൽക്കാലം എല്ലാവരും അതിനകത്ത് തന്നെയാണ്. കേസിൽ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. പക്ഷേ കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം വീണ്ടും തള്ളി. കേസിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുരാരി ബാബുവിന്റെ ഇനിയുള്ള ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. പിന്നെ അത് മാത്രമല്ല PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ്. പിന്നെ
അതുമാത്രമല്ല അവരുടെ ഭരണസമിതിയിലെ മറ്റുള്ള അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു. ദേവസ്വം ബോർഡ് മറ്റുള്ള ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോകുന്നു. ഇപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഓളം വന്നിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ അവർക്ക് പ്രഷർ ഉണ്ടോ എന്നുള്ള ഒരു സംശയം. അപ്പൊ ഇനിയിപ്പോ ഒരു ഓളം പ്രതിപക്ഷം അടക്കം പാർലമെന്റിലൊക്കെ ഇത് ബോധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയൊരു ഓളമുണ്ടോ? ദേശീയ തലത്തിൽ ശ്രദ്ധ ഇനിയിപ്പോ വീണ്ടും മുരാരി ബാബുവിനെയും പോറ്റിയും ഉള്ള ചോദ്യം ചെയ്യൽ ഇനി നിർണായകമാണ്. അപ്പൊ ഇപ്പം ജയിലിൽ കിടക്കുന്ന മുരാരി ബാബുവിനും പോറ്റിക്കും മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഇനി ഇതിന്ന് പിടി വീണു, ഇതിന്ന് ഇറങ്ങാൻ. കാരണം ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു ആകെ ഇവർക്ക് ഈ സഖാക്കന്മാർക്കൊക്കെ ഉള്ള ഏക പിടിവള്ളി. ഇനിയിപ്പം ആരും രക്ഷിക്കാനില്ല എന്നുള്ളത് ഏകദേശം UDF മൊത്തത്തിൽ തൂത്തുവാരിയുണ്ട്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അവരാകും എന്നുള്ളതുകൊണ്ട് ഈ ശബരിമല വിഷയം അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് ഏകദേശം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഒന്നുകിൽ പോറ്റി സംസ്ഥാന അപരാധം പറഞ്ഞതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള പോറ്റി ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുരാരി ബാബു അടക്കം പ്രശാന്ത് അടക്കം ഉള്ളവർ പറഞ്ഞാലേ ഇനി ഇവർക്കൊക്കെ ഒരു മോചനം. എന്തായാലും ശബരിമല വിഷയം മറ്റുള്ള വിഷയങ്ങൾ പോലെയല്ല. അത് തീർച്ചയായിട്ടും അത് ഹൈക്കോടതി ഉൾപ്പെടെ കേന്ദ്രം ഉൾപ്പെടെ അതിനകത്ത് നല്ല അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ അങ്ങനെ അത് മുക്കാൻ പറ്റില്ല. ഇനി അത് ഒരു പക്ഷേ ഏത് തരത്തിൽ മുക്കാൻ ശ്രമിച്ചാലും മുക്കിയാലും അതെന്നാലും പുറത്തു വരും. കാരണം അത്രത്തോളം ശബരിമല എന്ന് പറയുന്ന വിശ്വാസികൾക്ക് അത് ഒരു തവണയല്ല പല തവണ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വ്രണപ്പെടുത്തിയത് കൊണ്ട് തന്നെ പലതരത്തിൽ അല്ലേ, പിണറായി സർക്കാരിന്റെ ഒരു ഭരണകാലത്ത് പലതരത്തിൽ ഒരു വ്രണപ്പെട്ടത് കൊണ്ട് തന്നെ അത് വിശ്വാസികളുടെ ഇടയിൽ വല്ലാത്ത ഒരു മുറിപ്പാട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തായാലും തീർച്ചയായിട്ടും അത് പുറത്തു വരും. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു ഇനി സ്വർണ്ണപ്പാളി അല്ലേ എന്നുള്ളത്. ഒരു പക്ഷേ എന്ത് പറയുന്നേ, എല്ലാം മറിമായം മായം എന്നുള്ള തരത്തിലേക്ക് പോവുകയാണ്. ചെമ്പെന്ന് പറഞ്ഞ് എഴുതി ഒന്നും തന്നെ രേഖകളില്ല. വിജയമല്യ കൊടുത്ത ഇനിയിപ്പോൾ വിജയമല്യ വരണം ഈ കൊടുത്തതിന് തെളിവുകളുമായിട്ട് എന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, നമ്മുടെ മുന്നിലുള്ളത് പോലും ഇല്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുന്ന തരത്തിലായി പോയല്ലോ ഇപ്പോഴത്തെ ഭരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് നോക്കുന്നതും ഇവരെയൊക്കെ പുറത്താക്കുമോ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുറത്താക്കൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.